ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളോട് സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ക്ലീനിങ് ഒക്കെയാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് കമൻസിൽ ചോദിക്കുന്ന 1-2 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കൂ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും. ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൂടി വരും. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഹൈപ്പും കൂടി ചെയ്തേക്കാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. രാവിലെ തന്നെ ആമി സ്കൂളിലൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ രാവിലെ എന്തായാലും ആമിയെ വിട്ടതിന് ശേഷം ഞാൻ ക്ലീനിങ് ഒക്കെ ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ ചെറിയ റൂമൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നല്ലോ, തിങ്കളാഴ്ച ഇട്ടിരുന്ന വ്ളോഗിൽ പറഞ്ഞില്ലേ ഇതുപോലെ ഗാർഡൻ ഞാൻ ക്ലീൻ ചെയ്തു എന്ന്. അപ്പോൾ അന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ വീക്ക് ഡേയ്സിലാണ് എനിക്കിതൊക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ കുറേശ്ശെ ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് എനിക്ക് എന്തായാലും പറ്റത്തില്ല. ഇപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇത് ശരിക്കും ഞാൻ ഗാർഡനിൽ മൊത്തത്തിൽ ക്ലീൻ ചെയ്യാനല്ല വന്നത്. വെറുതെ അതിലെ കളകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറിച്ച് കളയാന്ന് പറഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും ഉണ്ട് 10 മണി ചെടിയൊക്കെ നല്ലോണം ഇങ്ങനെ വളർന്ന് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒടിച്ച് കുത്തി കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നല്ല ശോഷിച്ച് പോയിട്ടുള്ള ചെടികളുടെ തണ്ടൊക്കെ ഇതുപോലെ ഒടിച്ച് കളയണം. അപ്പോൾ എന്നാലാണ് നല്ല ബുഷിയായിട്ട് നല്ല പൂക്കളൊക്കെ ഒരുപാട് വളർന്ന് കിട്ടത്തുള്ളൂ ഈ ഒരു 10 മണി ചെടികൾ. അപ്പോൾ ഇത് സംരക്ഷണം കുറവാണ്, ഇതിന് മെയിൻ്റെനൻസ് കുറവാണ്. എന്നാലും നമ്മൾ ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് ഈ ചെടികൾ കൊണ്ടു നടക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ചെടികൾ തന്നെ ഞാൻ മേടിച്ചിട്ട് ഏകദേശം ഒരു 2 വർഷത്തിന് പുറത്താവുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ യെല്ലോ കളറും അതുപോലെ ഒരു പിങ്ക് കളർ, വയലറ്റ് പോലത്തെ ഒരു കളറും പിന്നെ ഒരു മജന്ത കളറിൻ്റെ ആ ഒരു കോമ്പിനേഷനാണ് കേട്ടോ ഉള്ളത്. അപ്പം ഞാൻ ആദ്യം ഓരോന്നായിട്ട് ഒടിച്ചു കുത്തി നോക്കിയപ്പോഴത്തേക്കും അത് മെനക്കേടാണെന്ന് മനസ്സിലായത് കൊണ്ട് ഞാൻ പിന്നെ ഒരു സിസർ എടുത്ത് വെച്ച് അതിൻ്റെ മേൽ പോർഷനൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കളയുകയാണ്. അതുപോലെ തന്നെ കുറേയധികം കാട്ടുചെടികളൊക്കെ വളർന്ന് കിടപ്പുണ്ട്. അതൊക്കെ ഒന്ന് സിസർ വെച്ച് തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ട് വേരോട് കൂടി പിഴുത് കളഞ്ഞിട്ടുണ്ട്. കാരണം ഈ കാട്ടുചെടികൾ വളർന്ന് നിൽക്കുകയാണെങ്കിലേ നമ്മുടെ ചെടികളുടെ മണ്ണിലുള്ള വളമെല്ലാം അത് അങ്ങോട്ട് കൊണ്ടുപോകും. പിന്നെ നമ്മൾ വെച്ച് പിടിച്ചേക്കുന്ന ചെടിക്ക് നല്ലതായിട്ടുള്ള പോഷകമൊന്നും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ 10 മണി ചെടികൾ ആദ്യമൊക്കെ ഇങ്ങനെ ഒടിച്ച് കളയാനായിട്ട് ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നു. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് അത് എങ്ങനെയാണ് ഒടിച്ച് കളയുന്നതെന്ന് ഒരു വിഷമമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ മേൽ പോർഷനൊക്കെ ഒന്ന് ട്രിം ചെയ്ത് എടുത്താൽ നല്ലതായിട്ട് പൂക്കൾ ഒരുപാട് വളർന്ന് കിട്ടത്തുള്ളൂ. കഴിഞ്ഞ ദിവസം എന്നോടൊരു കുട്ടി ചോദിച്ച കാര്യമാണ് നമ്മുടെ വീഡിയോസൊക്കെ ഏത് ആപ്പിലാണ് എഡിറ്റിംഗ് ചെയ്യുന്നതെന്ന് കേട്ടോ. അപ്പം ഞാൻ ഇതിന് മുമ്പ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻഷോട്ട് ആപ്പാണ്. നല്ല ഈസി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏത് പ്രായക്കാർക്കും ഏത് ആൾക്കാർക്കും തുടക്കക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് കേട്ടോ ഇത്. ഒരുപാട് എഡിറ്റിംഗ് ആപ്പുകൾ ഉണ്ട് നിലവിൽ, കൈൻ മാസ്റ്ററും മറ്റുമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ ഇൻഷോട്ട് ആപ്പിലാണ് എഡിറ്റിംഗ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ചാനൽ തുടങ്ങിയ നാൾ തൊട്ടേ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിത് ഭയങ്കര കംഫർട്ടാണ്. അതുപോലെ തന്നെ ആ കുട്ടി തന്നെയാണ് ചോദിച്ചിരുന്നത് ഇത് എങ്ങനെയാണ് പർച്ചേസ് ചെയ്തിട്ടാണോ എടുത്തിട്ടുള്ളത്. അപ്പം ഞാനിത് ശരിക്കും ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഏകദേശം ഒരു 4 വർഷത്തിന് പുറത്താവുന്നുണ്ട്. അപ്പം അന്ന് ഞാനിങ്ങനെ പർച്ചേസ് ചെയ്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പർച്ചേസിങ് ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് വാട്ടർമാർക്ക് പോകാൻ വേണ്ടിയിട്ട് അന്ന് അങ്ങനെ പർച്ചേസ് ചെയ്ത് ഇട്ടതാണ്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, നമ്മൾ ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർമാർക്ക് പോകാനായിട്ട് അവരുടെ ആഡ്സൊക്കെ കണ്ടാൽ മതി. അപ്പോൾ ആ ആഡ് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർമാർക്ക് റിമൂവ് ആയിക്കോളും. പിന്നെ തമ്പനെയിൽ ഏതിലാണ് ഇത് എഡിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ ക്യാൻവ ആപ്പിലാണ് എഡിറ്റിംഗ് ചെയ്യുന്നത് തമ്പനെയിൽ. അതും കുറച്ച് നല്ല ഈസിയാണ് കേട്ടോ. നമുക്ക് അതിനകത്ത് തന്നെ കുറേ അധികം തമ്പനെയിൽസ് നമുക്ക് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ മോഡൽ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ എൻ്റേതായ രീതിക്ക് തമ്പനെയിൽസാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. തമ്പനെയിൽ ക്രിയേറ്റ്
ക്രിയേറ്റ് ചെയ്യാനും ഒരുപാട് ആപ്പുകൾ നിലവിൽ അവൈലബിൾ ആണ്. അപ്പം ഞാൻ ക്യാൻവയും ഇതുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വ്ളോഗിൽ പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്ന് മെൻഷൻ ചെയ്തത്. പിന്നെ വേറൊരു ആൾ ചോദിച്ചിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ റെൻറ്റിനാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വാൾ സ്റ്റിക്കർ ചുവരിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെയിൻറ് ഇളകി പോകുമെന്ന് ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കമൻറ്റിൽ ഈ ചോദിച്ചേക്കുന്ന കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തതാണ്. എന്നാലും ഒന്നും കൂടി എടുത്ത് പറയുന്നത് മറ്റുള്ളവർക്കും കൂടി ഇത് ഉപകാരപ്പെടുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ കിച്ചണിലെ ടൈൽസിലാണ് ഒട്ടിച്ചേക്കുന്നത് വാൾ സ്റ്റിക്കർ. അതുകൊണ്ട് തന്നെ അതെനിക്ക് ഇളക്കി മാറ്റുന്നത് കൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. മാത്രമല്ല ഞങ്ങളുടേത് ഓൺ ഹൗസാണ്, റെൻ്റൽ ഹൗസും അല്ല. അപ്പോൾ ചുവരിലും ഞാൻ ബെഡ്റൂമിലാണെങ്കിൽ ഇതുപോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, വാൾ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനത് ഒരിക്കൽ ഇളക്കി നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ പെയിൻറ് കുറേശ്ശെയായിട്ട് ഇളവുന്നുണ്ടായിരുന്നു. അത് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞത് റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞായിരുന്നു. റെൻ്റൽ ഹൗസിലാണ് താമസിക്കുന്നതെങ്കിൽ എങ്ങനെ റിസ്ക് എടുക്കണ്ട, കാരണം എല്ലാ വാൾപേപ്പറും ഒരുപോലെ ആയിരിക്കത്തില്ല കേട്ടോ. നമുക്ക് വാൾ സ്റ്റിക്കർ ചുവരിൽ ഒട്ടിക്കാൻ പറ്റുന്നതുണ്ട്, ഇളക്കിയാലും പെയിൻറ് പോകാത്ത ടൈപ്പിലുള്ളതൊക്കെ ഉണ്ട്. എന്നാലും ഒരു റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. എന്തായാലും ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഈ 2 വാൾ സ്റ്റിക്കറും നമുക്ക് ഡയറക്റ്റായിട്ട് ചുവരിൽ ഒട്ടിക്കാൻ പറ്റുന്നതല്ല. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ പ്ലാന്റിൻ്റെ ലിങ്ക് തരുമെന്ന് ചോദിച്ചായിരുന്നേ. അപ്പം ഞാൻ നമ്മുടെ വീട്ടിൽ വെച്ചേക്കുന്ന വലിയ പ്ലാന്റ് ഉണ്ടല്ലോ, അതായത് ഹാളിലിരിക്കുന്ന ആ പ്ലാന്റ് ഗ്രീൻ കളർ ലീഫുള്ള, അത് ഞാൻ ശരവണ സ്റ്റോറിൽ നിന്ന് എടുത്തതാണ്. അതുപോലെ തന്നെ ഞാൻ ഈ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ റൂമിലിരിക്കുന്ന ഈ പ്ലാന്റും ഞാനിതുപോലെ ശരവണ സ്റ്റോറിൽ നിന്ന് എടുത്തു. എനിക്ക് തോന്നുന്നത് ഞാൻ നമ്മുടെ കിച്ചണിൽ വെച്ചേക്കുന്ന ഒരു സ്പൈസസ് റാക്കിൽ വെച്ചേക്കുന്ന അത് മാത്രമാണ് മീഷോയിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ഞാൻ ഷോപ്പിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ലിങ്ക് തരാൻ പറ്റാത്തത്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് കുറച്ച് മുമ്പ് വന്നിട്ടുള്ള കമൻ്റാണിത്. ഇതുപോലെ കിച്ചണിലിരിക്കുന്ന 3 ടയർ ഷെൽഫിൻ്റെ ലിങ്ക് കൊടുക്കുമെന്ന് ചോദിച്ചായിരുന്നു. അപ്പം അതും ഞാനിങ്ങനെ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിക്കുന്ന പ്രോഡക്റ്റ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഇതിൻ്റെ ലിങ്ക് ഞാൻ ഉറപ്പായിട്ടും കൊടുത്തേക്കും, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും കേട്ടോ. ഇല്ലാത്ത സാധനങ്ങൾ ഷോപ്പിൽ നിന്നാണ് മേടിച്ചെങ്കിൽ എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ വേറൊരാൾ കുറേ മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, യൂട്യൂബിൽ നിന്ന് ഇൻകം കിട്ടി തുടങ്ങിയോന്ന്. ഇതുവരെയും കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ട് ഏകദേശം 1 വർഷം ആയിട്ടുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു മോണിറ്റൈസ് ആയത്. പക്ഷേ ഇതുവരെയും ഇൻകം ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടുവാണെങ്കിൽ തന്നെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാതിരിക്കത്തില്ല. അപ്പോൾ ഇതുവരേക്കും നമുക്ക് ഇൻകം ഒന്നും വന്നിട്ടൊന്നും ഇല്ല കേട്ടോ. അതിനുള്ള വ്യൂസും കാര്യങ്ങളൊന്നും നമ്മുടെ ചാനലിൽ ആയിട്ടില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം. കുറച്ച് ദിവസം മുമ്പ് എനിക്ക് വന്ന വേറൊരു കമൻ്റാണ്, ഇതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഈ റീസെൻ്റ് ആയിട്ടാണ് കണ്ടത്, ഇങ്ങനെ ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ വായിച്ച് ശീലമുള്ളത് കൊണ്ടാണോ അതോ ഓൺ എക്സ്പീരിയൻസിലാണോ സംസാരിക്കുന്നതെന്ന് ചോദിച്ചായിരുന്നു. ഞാൻ റിപ്ലൈ കൊടുത്തായിരുന്നു അതിന്. എന്നാലും പുതുതായിട്ട് ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് പറയുവാണേ. അപ്പം ഞാൻ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്ന പല കാര്യങ്ങളും എൻ്റെ എക്സ്പീരിയൻസസും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെയും നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ പറയുന്നത്. പിന്നെ വായന എന്നുള്ളൊരു ശീലം എനിക്ക് ഈ റീസെൻ്റ് ആയിട്ട് കിട്ടിയതാണ്. അതിനും വേണ്ടിയിട്ടൊന്നും ഞാൻ ഒരുപാട് ബുക്സൊന്നും വായിച്ചിട്ടൊന്നുമില്ല. ഞാനൊരു തുടക്കക്കാരി മാത്രമാണ്. കുറച്ച് ബുക്സാണ് കേട്ടോ ഞാൻ വായിച്ച് തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ. പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടോ അല്ലെങ്കിൽ നേരത്തെ പ്രിപ്പയർഡ് ആയിട്ടോ ഒന്നും അല്ല ഞാൻ വീഡിയോസിൽ പറയുന്നത്. വീഡിയോ എഡിറ്റിംഗ് ചെയ്ത് തുടങ്ങുമ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അപ്പോൾ എനിക്ക് വരുന്ന തോട്ട്സുകളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു പ്രിപ്പറേഷനോ കാര്യങ്ങളോ ഒന്നും ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാറില്ല. അപ്പോഴെന്താണോ മനസ്സിൽ വരുന്നത് അത് ചെയ്യും. പലപ്പോഴും ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഇത് വീണ്ടും വോയിസൊക്കെ ഒന്നുകൂടെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റിങ്ങിന് വീണ്ടും എടുക്കുമ്പോഴായിരിക്കുള്ളൂ ഞാൻ ഇത്രയൊക്കെ സംസാരിച്ചല്ലോ എന്ന് ഞാൻ തന്നെ അറിയുന്നത് കേട്ടോ. അപ്പോൾ അത് പലപ്പോഴും എൻ്റെ ഹസ്ബൻഡും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പല വീഡിയോസും എനിക്ക് ഹസ്ബൻഡ് തന്നെ ഒരുപാട് അപ്രീസിയേഷൻ തന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ വീഡിയോസ് കണ്ടിട്ട്. ഇതുപോലെ നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശരിക്കും ഞാൻ പോലും അറിയാതെ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് പല കാര്യങ്ങളും പറഞ്ഞു പോകുന്നതാണ്. അങ്ങനെ ഒരു എഴുതി വെച്ചുള്ള പറച്ചിലോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ അതങ്ങ് പറഞ്ഞു പോകുന്നതാണ്. നമ്മുടെ കിച്ചൺ ടൈൽസിൽ ഒട്ടിച്ചേക്കുന്ന വാൾ സ്റ്റിക്കർ ഇല്ലേ, അത് എങ്ങനെയുണ്ടെന്ന് ഒരാൾ ചോദിച്ചായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം 1 മാസത്തോളമായി അതിൽ ഓയിൽ സ്പ്രെഡ് ആവുന്നുണ്ടോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, കീറിപ്പോകുന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഉപയോഗിച്ചതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഏകദേശം ഒരു 1.5 മാസം ആയതുകൊണ്ട് പറയുവാണ്, ഇതുവരേക്കും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഹീറ്റ് അടിക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ സ്റ്റൗ കുറച്ച് ഫ്രണ്ടിലോട്ട് മാറ്റിയാണ് വെച്ചേക്കുന്നത്. മുന്നേ ആണെങ്കിൽ ഈ വാൾ സ്റ്റിക്കർ ഒട്ടിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ചുവരിനോട് ചേർത്താണ് വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് ഇറക്കിയാണ് വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ കൂടുതലും വാൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റൗ ഒരുപാട് അങ്ങോട്ട് ചേർത്ത് വെക്കാതെ കുറച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ അതിനകത്ത് എന്തായാലും ഹീറ്റൊന്നും അടിക്കത്തില്ല. പിന്നെ അത് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്.
എളുപ്പമാണ് കേട്ടോ. ഞാനാണെങ്കിൽ എപ്പോഴും കുക്കിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ചെറുതായിട്ടൊന്ന് തുടച്ചങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഒരുപാട് നമുക്ക് അങ്ങനെ സ്ക്രബ്ബർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിട്ടുള്ള സംഭവങ്ങളൊന്നും വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. അത് ഒന്ന് ലൈറ്റായിട്ടൊന്ന് തുടച്ചെടുക്കാനേ പറ്റുള്ളൂ. പിന്നെ വെള്ളം നനയുന്നത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് നനഞ്ഞ തുണി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തുടച്ചെടുത്തപ്പോൾ അന്നും കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഒരുപാട് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യേണ്ട കാര്യമില്ല. 1-2 സജഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് വരുന്നുണ്ട്. അതായത് നമ്മളൊരു മന്ത്ലി ഗ്രോസറി പർച്ചേസിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് ഞാനാണെങ്കിലേ ഇങ്ങനെ അറിയാതെ പയറും പരിപ്പും ഒക്കെ ഓൾറെഡി വെച്ചിരുന്ന ആ ബോക്സിൽ തന്നെ പുതിയത് വീണ്ടും എടുത്ത് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ 1-2 പേര് ഇങ്ങനെ കമൻ്റ് ഇട്ടു, ഇതുപോലെ പഴയതിനെ വേറൊരു പ്ലേറ്റിലേക്ക് തട്ടിയിട്ട് പുതിയതിനെ ആദ്യം വെച്ചിട്ട് രണ്ടാമത് പഴയതിനെ എടുത്ത് മേലെ വെക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചായിരുന്നേ. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഞാൻ സ്പീഡിന് ചെയ്തപ്പോൾ ഓർക്കാതെ ചെയ്തതാണ്. മാത്രമല്ല ആ പയറും പരിപ്പും ഒക്കെ ഒരുപാട് ദിവസം പഴക്കം ചെന്നതും അല്ലായിരുന്നു കേട്ടോ. കുറച്ച് ദിവസം മുന്നേ മേടിച്ചത്, അതായത് നമ്മൾ ഗ്രോസറി എടുക്കുന്നതിന് ഒരു 2-3 ദിവസം മുന്നേ മേടിച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അതിൻ്റെ മേലെ അങ്ങ് തട്ടിയത്. എന്നാലും അത് പിന്നീട് ഇങ്ങനെ സജഷൻസ് പറഞ്ഞപ്പോൾ ഞാനും ഓർത്തു അത് ശരിയാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം ഞാനത് ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സ്പീഡിന് ചെയ്തപ്പോൾ പറ്റിപ്പോയതാണ്. അപ്പോൾ അതെന്തായാലും അടുത്ത പ്രാവശ്യം കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്ത് വെക്കാം. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. എപ്പോഴും ഞാനിങ്ങനെ സ്പൈസ് ബോക്സസ് ആണെങ്കിലും ഇങ്ങനെ പയറും പരിപ്പൊക്കെ ഇട്ട് വെച്ചേക്കുന്നതൊക്കെ ഓൾറെഡി തീർന്നു പോയിട്ടുണ്ടെങ്കിൽ, അതായത് ലാസ്റ്റ് തീർന്നതിന് ശേഷം ഇതുപോലെ ആ ബോക്സ് എല്ലാം കഴുകിയതിന് ശേഷം മാത്രമേ പുതിയത് ഫില്ല് ചെയ്യത്തുള്ളായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് എന്തോ എനിക്കൊരു ശ്രദ്ധക്കുറവ് കൊണ്ട് പറ്റിപ്പോയതാണ്. പക്ഷെ എന്നാലും അടുത്ത പ്രാവശ്യം അതെന്തായാലും ഞാൻ ശ്രദ്ധിക്കാം. മാത്രമല്ല ഞാൻ പയറും പരിപ്പൊന്നും അങ്ങനെ ഒരുപാട് ദിവസം വെച്ചേക്കത്തില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ യൂസ് ചെയ്ത് അങ്ങ് തീർക്കാനായിട്ട് നോക്കും. ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അത് തീർക്കാനായിട്ട് നോക്കും. ഒരുപാട് അങ്ങനെ പൂത്തു പോകുന്ന രീതിയിൽ അങ്ങനെ വെച്ചേക്കാറില്ല. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്, ഇതുപോലെ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ കാണിക്കുമെന്ന് ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ നോക്കാം. കാരണം ഇവിടെ താഴെ വീട്ടിൽ താമസിക്കുന്നത് ഹസ്ബൻഡിൻ്റെ അനിയനും വൈഫും അച്ഛനും ഒക്കെ ഉണ്ട്. അപ്പം അവരുടെയൊക്കെ ഒരു അനുവാദത്തോടു കൂടി മാത്രമേ എനിക്ക് ഫ്രണ്ട് പോർഷൻ കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം അത് ഞാൻ എന്തായാലും ശ്രമിക്കാം. പിന്നെ കുറേ പേര് പറഞ്ഞായിരുന്നു വീഡിയോസൊക്കെ ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് യൂസ്ഫുൾ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പുതുതായിട്ട് വന്ന ഒരുപാട് പേര് നമ്മുടെ ഈ ചാനലിലുണ്ട്. അപ്പോൾ പലർക്കും അറിയത്തില്ല ഞങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്നൈയിലാണ് താമസിക്കുന്നത്. ഇവിടെ സെറ്റിൽഡ് ആണ്. അപ്പം ഞാൻ ഇതിന് മുന്നേയും ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഇത്രയും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒരു 500 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയ വ്ളോഗ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. കുറേ പേരൊക്കെ ഇപ്പോഴും പഴയ വ്ളോഗ്സൊക്കെ കാണുന്നുണ്ട്, അതായത് പുതുതായിട്ട് നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ളവർ. പിന്നെ അതുപോലെ തന്നെ ആമി പഠിക്കുന്ന സ്കൂൾ ഏതാണെന്ന് ഒരാൾ ചോദിച്ചായിരുന്നു കേട്ടോ. 1-2 പേര് ചോദിച്ചായിരുന്നു. പക്ഷെ നമുക്കങ്ങനെ സ്കൂളും അങ്ങനെ ഡീറ്റെയിൽസ് ഒന്നും അങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പാടില്ല. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആണല്ലോ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സേഫ്റ്റിക്കും കൂടി വേണ്ടിയിട്ടാണ് പ്രോപ്പറായിട്ടുള്ള സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പറയാത്തത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചെന്നൈയിലാണ് സെറ്റിൽഡ്. ഹസ്ബൻഡൊക്കെ ഇവിടെയാണ് ജനിച്ചതും വളർന്നതും ഒക്കെ. ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നാട് ട്രിവാൻഡ്രത്തിൽ തന്നെയാണ്. അച്ഛൻ കല്യാണം കഴിച്ച് അമ്മ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ സെറ്റിൽഡ് ആവുകയാണ് ചെയ്തത് കേട്ടോ. ഹസ്ബൻഡിൻ്റെ അച്ഛനൊക്കെ ചെറിയ പ്രായത്തിൽ ഇവിടെ വന്നതാണ്. അച്ഛൻ്റെ സഹോദരന്മാരും എല്ലാവരുമായിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളും ഇവിടെ സെറ്റിൽഡ് ആയി. അപ്പോൾ താഴെ വീട്ടിൽ ആണ് ഞങ്ങൾ എല്ലാവരും കൂടി താമസിച്ചിരുന്നത്. പിന്നീട് അനിയൻ്റെ കല്യാണം ഫിക്സ് ചെയ്ത സമയത്ത് ഞങ്ങൾ മേലോട്ടേക്ക് റൂമുകൾ ഇറക്കി മേലോട്ടേക്ക് മാറുകയാണ് ചെയ്തത് കേട്ടോ. ഇവിടെ തമിഴ്നാട്ടിൽ കൂടുതലും അങ്ങനെയാണ്. ആൺമക്കളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 ആൺമക്കളാണെങ്കിലും 3 ആൺമക്കളാണെങ്കിലും ഒരു വീട്ടിൽ തന്നെ മേലെ വീടുകൾ ഇങ്ങനെ വെച്ച് അങ്ങനെ താമസിക്കാനാട്ടോ ചെയ്യുന്നത്. ഒരു കൂട്ടുകുടുംബം പോലെ തന്നെയാണ്. പക്ഷെ എന്നാലും ഒരു ന്യൂക്ലിയർ ഫാമിലി പോലെയാണ് കേട്ടോ. അതായത് ഓരോ ഫാമിലിയും ഓരോ ഫ്ലോറിലായിട്ട് അങ്ങനെ താമസിക്കും. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ എല്ലാവരും കാണും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ മേലെ ഭാഗത്തും ഹസ്ബൻഡിൻ്റെ അനിയനും വൈഫും അച്ഛനും ഒക്കെ താഴെയാണ് താമസിക്കുന്നത്. പിന്നെ എൻ്റെ അടുത്ത് കുറേ മുമ്പ് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എങ്ങനെയാണ് മഴ പെയ്യുന്ന സമയത്ത് തുണികൾ ഉണക്കുന്നതെന്ന് കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ മഴ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ തുണി വിരിക്കുന്ന സ്റ്റാൻഡൊക്കെ മേടിക്കണമെന്ന് വിചാരിച്ച് കുറേ ആയിട്ട് വിചാരിക്കുന്നതാണ്. പക്ഷെ ഇതുവരേക്കും നടന്നിട്ടില്ല. അപ്പം ഞാൻ തൽക്കാലം ഈ വീട്ടിനകത്ത് തന്നെ സോഫയിലും ചെയറിലും ഒക്കെയാണ് തുണികൾ ഇട്ടേക്കുന്നത്. അതായത് വാഷിംഗ് മെഷീനിൽ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് ഇങ്ങനെ വിരിച്ചിട്ടേക്കും. പിന്നെ നമ്മുടെ ചെറിയ റൂമിലുള്ള കട്ടിലിലൊക്കെ
ഇട്ടിട്ട് ഫാനൊക്കെ ഇട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഇപ്പം റീസെൻ്റായിട്ട് ഇപ്പോൾ പകൽ സമയത്ത് കുറച്ച് ചാറ്റൽ മഴ ഉള്ളത് കൊണ്ട് ആമിയുടെ യൂണിഫോം മാത്രം ഇതുപോലെ പുറത്ത് ഒരു ചെയർ ഇട്ടിട്ട് അങ്ങനെ അതിലിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒന്ന് കാറ്റടി കൊണ്ട് ഉണങ്ങുമ്പോഴത്തേക്കും വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇട്ടിട്ട് ഹാളിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇട്ടിട്ട് ഇതുപോലെ ഫാനിട്ട് വെച്ചേക്കും. അപ്പോഴേക്കും രാവിലെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടും. എന്നിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുമ്പോൾ അവളുടെ യൂണിഫോം നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ സംശയങ്ങൾ. പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടി എനിക്കൊന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ട്. അത് വരുന്ന വ്ളോഗിൽ കാണിക്കാം. പിന്നെ ഞങ്ങളുടെ ട്രിവാൻഡ്രം ഭാഗത്തൊക്കെ ഇതുപോലെ കർക്കിടക മാസം അവസാന ദിവസം, അതായത് ചിങ്ങം 1 തലേ ദിവസം വീട് മൊത്തത്തിൽ ഡീപ് ക്ലീനിങ് ചെയ്യാറുണ്ട് കേട്ടോ. അതായത് വീടിൻ്റെ മുറ്റവും പരിസരമൊക്കെ ക്ലീൻ ചെയ്ത്, പണ്ടൊക്കെ ആണെങ്കിൽ ചാണകമൊക്കെ തളിച്ചൊക്കെ ഇടും. ഇപ്പം പിന്നെ അങ്ങനെയൊന്നും ചെയ്യാനുള്ള സൗകര്യമൊന്നും ഇല്ലല്ലോ. പ്രത്യേകിച്ച് ഞങ്ങൾ ഇവിടെ ആയതുകൊണ്ട് അതിനൊന്നും പറ്റത്തില്ല. എന്നാലും ഫുള്ളായിട്ട് വീടൊന്ന് അടിച്ചു വാരി പഴയ സാധനങ്ങളും തുണികളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുപോയി കത്തിച്ച് കളയുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു പ്രോസസ്സ് ഉണ്ട്. അതിൻ്റെ പേര് ആടി അറുതി എന്ന് പറയും, അല്ലെങ്കിൽ ആണ്ടറുതി എന്ന് പറയും. ട്രിവാൻഡ്രത്ത് അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ അങ്ങോട്ട് ഇങ്ങനൊരു സമ്പ്രദായം ഉണ്ടോ എന്ന് അറിയത്തില്ല. ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കൂ. എന്നിട്ട് അതിന് എന്താണ് പറയുന്നതെന്നും കൂടെ മറക്കാതെ കമൻറ്റ് ചെയ്തേക്കണം. അതിൻ്റെ ഒരു ഭാഗമായിട്ടപ്പം ഞാനാണെങ്കിൽ പുതുവർഷം തുടങ്ങുന്നതല്ല, അതായത് ചിങ്ങം 1 മുന്നേ തന്നെ കുറേശ്ശെ ആയിട്ട് ഡീപ് ക്ലീൻ ചെയ്തതാണ് നിങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് വരാൻ പോകുന്ന വീഡിയോ നമ്മുടെ ചിങ്ങം 1 വ്ളോഗായിരിക്കും. അങ്ങനെ ഇന്നത്തോടു കൂടി വീട് മൊത്തത്തിലൊന്ന് ഡീപ് ക്ലീനിങ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ കിച്ചണും ഷെൽഫുകളും എല്ലാം നേരത്തെ തന്നെ ക്ലീൻ ചെയ്തതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഡീപ് ക്ലീനിങ് ചെയ്യുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തലേ ദിവസം എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാതെ കുറേശ്ശെ ആയിട്ട് തുടങ്ങി വെക്കുന്നതാണ് നല്ലതെന്ന്. അപ്പോൾ നമുക്ക് ഡെയിലി ക്ലീനിങ് ഒക്കെ ചെയ്ത് പോകുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഉണ്ടായിട്ടൊന്നും ഇല്ല. അങ്ങനെ വീടൊക്കെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തലേ ദിവസത്തെ കുറച്ച് പ്രിപ്പറേഷൻസ് മാത്രം ചെയ്താൽ മതി കേട്ടോ. അതൊക്കെ ഞാൻ അടുത്ത വ്ളോഗിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിരിക്കുള്ളൂ അടുത്ത വീഡിയോ, കാരണം ഈ വീഡിയോ ലെങ്ത് കുറച്ച് കൂടിപ്പോയി. അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി ഫ്രൈഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.